أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغضوب عليهم ولا الضالين. آمين. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ലോ ഒരു മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയാൽ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് മാറ്റിയ ഓർമ്മ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ആ, എന്താ മാറ്റി? ഞാൻ നടക്കുമ്പോ ഒരു കുപ്പിച്ചില്ലുണ്ടായിരുന്നു. അതാണ് ആ, അപ്പോൾ കുപ്പിച്ചില് നീ മാറ്റി. കാരണം കാരണം കൂലി കിട്ടുന്നത്. കൂലി കിട്ടുക പ്ലസ് വഴിയിൽ നടന്നു വരുന്ന അടുത്ത പേഴ്സൺ, നടന്നു വരുന്ന ആളുടെ കാലിന് അത് തറച്ച് ബുദ്ധിമുട്ടാവാതിരിക്കാൻ. ഐസ, റോട്ടുമ്മല് കൊറേ മട്ടലും തേങ്ങയും ഒക്കെ ഉണ്ടാവും, ആ അത് മാറ്റും. ആ മട്ടൽ പ്രത്യേകിച്ച് ഈ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് മാറ്റുക എന്നുള്ളത്. നാട്ടിലൊന്നും എന്തായാലും പറ്റൂല. ഓക്കെ, അല്ലെ നല്ല വീതിയുള്ള റോഡായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കി. ഓക്കെ, റോഡ് ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു കൂലി തരുന്ന കാര്യമാണ്. റോഡ് ക്ലീനാക്കി ആരെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും? നിങ്ങളെ വീട്ടിലേക്കുള്ള റോഡാണെങ്കിലും ഗേറ്റ് കടന്നിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ആ റോഡാണെങ്കിലും ക്ലീൻ ആക്കിയിട്ടുണ്ടോ? എന്താ ചെയ്ത ആത്തിഫ്? അവിടെ ഒരു ട്രീ കട്ട് ചെയ്തരം അതുണ്ട്. ട്രീ കട്ട് ചെയ്താ? കട്ട് ചെയ്തത് നിലത്ത് വീണൻ, അപ്പൊ അത് മാറ്റി വെച്ചു. അത് മാറ്റി വെച്ചു. ഐസ എന്താ ചെയ്ത്? റോഡില് കൊറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നടക്കാനൊക്കെ മഴ പെയ്യുമ്പോ അത് ഭയങ്കര സ്ലിപ്പറി ആവും. അപ്പൊ അതൊക്കെ അടിച്ചാരി ക്ലീൻ ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടി, എനിക്ക് തോന്നുന്നു 5 വയസ്സൊക്കെ ഉള്ള ചെറിയൊരു കുട്ടി, പിന്നെ ഒരു സ്കൂളിൽ ഒരു മാവിൻ്റെ ചോട്ടിലുള്ള കുറേ ഇലകൾ മൊത്തം പെറുക്കി ഒഴിവാക്കുന്ന ഒരു സീനുണ്ട്. ഓക്കെ, അപ്പം ക്ലീൻഡ് ആക്കുക. അടിച്ചു വാരിയവർ ലൈഫിൽ മുറ്റടിച്ചു വാരിയവരൊന്ന് കൈവക്കി. മുറ്റടിച്ചു വാരിയ, വീടിൻ്റെ അകമൊക്കെ അടിച്ചു വാരിയവർ. ന്യായം അടിച്ചു വാരിയിട്ടുണ്ടോ? ഉണ്ടോ? അയ്യോ, എവിടെ അടിച്ചു വാരി? പുറത്ത്. പുറത്ത് മുറ്റത്ത് അടിച്ചു വാരിയോ? അയ്യോ. ഓക്കെ, അപ്പം ഇതൊക്കെ ക്ലീനിങ് ജോലികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കിന്ന് റോഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയാനുള്ളത്. റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാത്തവരെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? പറ. റൂള് പാലിക്കാതെ വണ്ടി ഓടിക്കുന്ന, റോട്ടിലൂടെ സൈക്കിളാവട്ടെ, ബൈക്കാവട്ടെ, സ്കൂട്ടർ ആവട്ടെ, റോഡിൻ്റെ റൂൾസ് ഫോളോ ചെയ്യാതെ അങ്ങനെയുള്ളവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അവർ മോശക്കാരാണ്, അവർ തെറ്റ് ചെയ്യുന്നവരാണ് അല്ലേ? അവരെന്താ തെറ്റ് ചെയ്യുന്നത്? അവരുടെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? ആ, ജവർ പറയ്. അവരെ ഭാഗത്ത് തെറ്റുള്ളത് വഴിയിൽ പോകുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. അതായത് റോഡ് നിയമം തെറ്റിക്കുന്ന ആള്, അയാൾക്ക് മാത്രമല്ല അപകടം, അതുവഴി പോകുന്ന യാത്രക്കാർക്കും ശല്യമാണ്. അതായത് മലയാളം പറഞ്ഞങ്ങ് മനസ്സിലാവുമെന്ന് അറിയില്ല, സാമൂഹ്യ ദ്രോഹി. മനസ്സിലാവുമോ? സാമൂഹ്യ ദ്രോഹി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ?
മൊത്തം നാട്ടുകാരെ ഇടങ്ങേറാക്കുന്ന ഒരു പണിയാണ് ചെയ്യുന്നത്. ഒരാൾ ഫോണിൽ വിളിച്ചുകൊണ്ട് കാറ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചത് ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ വൈഫിനോടോ ആരോടോ ഒക്കെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് മെല്ലെ ഡ്രൈവ് ചെയ്യുക. ബാക്കിലുള്ള ആംബുലൻസിന് എവിടെ എത്തണം? വിത്തിൻ 10 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തണം. ഹൈ സ്പീഡിൽ വരുന്ന ആംബുലൻസ്, ഇയാളാണ് വണ്ടി മാറിക്കൊടുക്കുന്നില്ല. ഫോണിലായതുകൊണ്ട് തന്നെ ഇയാൾ ഈ ഓൺ അടിക്കുന്നത് കേൾക്കുന്നുമില്ല. ഈ ആളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഒരു അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? അത് അനുഭവിക്കണം ഒരിക്കൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാഫിക് അനുഭവിച്ചിട്ടുണ്ടോ? ട്രാഫിക് ബ്ലോക്ക് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ആരാ അനുഭവിച്ചതുള്ളത്? നീ ട്രാഫിക് ബ്ലോക്ക് പെട്ടിണടാ ഹർസാനെ? എപ്പോഴാ പെട്ടത്? എവിടുന്നാ പെട്ടത്? എന്തിനാ പെട്ടത്? ഓർമ്മയില്ല. സേറ എവിടെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടത്? ഞങ്ങള് പുറത്ത് പോവല്ലോ അപ്പൊ ഉണ്ടാവും. ചൈനയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്? ഉം. ഉണ്ടാ? ഞാൻ എത്രയോ മന്തൊക്കെ ആയ ഒരു ട്രാഫിക് ബ്ലോക്കിനെ പറ്റി, ചൈനയാണോ ജപ്പാനാണോ എന്നറിയില്ല, വലിയൊരു ബ്ലോക്കിനെ പറ്റി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ലോങ് ഡേയ്സ്, എനിക്ക് തോന്നുന്നു 7 ഡേയ്സോ 5 ഡേയ്സോ മന്തോ ഒക്കെ ഉണ്ട്. അത് അത്രയും ദിവസങ്ങളോളം അത് ബ്ലോക്കായിപ്പോയി മൊത്തം റോഡുകൾ. ഓക്കെ. ദുബായിൽ വന്നവരുണ്ടോ? ഷാർജ ദുബായ് റോഡ് ഷാർജ ദുബായ് റോഡിൽ ബ്ലോക്കിൽ പെടാത്ത മലയാളികൾ കുറവായിരിക്കും. അവിടെ വന്നിട്ടുള്ളവരൊക്കെ അത്രയും വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടാവും. ഉണ്ടാ? നീ പെട്ടിട്ടുണ്ടാ ഫുആദ്? ബ്ലോക്കിൽ പെട്ടണം. ബ്ലോക്കിൽ പെടണം. കാറിൽ AC ഉണ്ടാകരുത്. നട്ടുച്ച വെയിൽ, നല്ല രസമുണ്ടാവും. നമ്മളിങ്ങനെ കോഴിമുട പുഴുങ്ങിയെടുക്കുന്ന മാതിരി പുഴുങ്ങിയെടുക്കും കാറിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മൾ വിയർത്ത് കുളിച്ച് പിന്നെ കുളിക്കാൻ വേറെ പോണ്ട, അതിൽ തന്നെ കുളിക്കും. നായിം എവിടെ പെട്ടത്? ഞാന് ഉസ്താന്റെ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോ പൊട്ടി. ആ, ഷാർജയിൽ തന്നെ. ഓക്കെ. ഷാർജയിൽ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ്. അതുപോലെ പല സ്ഥലത്തും ബ്ലോക്ക് ഉണ്ട്. ഹസൻ എവിടെ പെട്ടത്? ഞാൻ തൊണ്ടയുടെ തൊണ്ടയാട് ബൈപ്പാസാണ്. ഇപ്പോൾ നല്ല റോഡ് വരുന്നുണ്ട് അൽഹംദുലില്ലാ. നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി റോഡ് വരുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കണ്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ട റോട്ടിലൂടെ അങ്ങോട്ട് പോകണം ഒരാൾ, ബസ് ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇതൊക്കെയാണ് അവസ്ഥ നാട്ടിലെ. ഒക്കെ ശരിയാവുമായിരിക്കും. നല്ല ഫൈന് കിട്ടണം. നാട്ടിലും ഗൾഫിലെ പോലെ ആവണം. നല്ല ഫൈന്, നല്ല ഒന്നാന്തരം ഫൈന് കിട്ടുമ്പോൾ പഠിക്കും. ശരി, നമ്മൾ ഇനി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റോഡ് ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ? ആക്സിഡൻ്റ് ആയവർ കൈബുക്ക്. ഓക്കെ. എവിടുന്നായത്? ഞാന് ഒരു പോക്കറ്റ് റോഡിന്ന് സൈക്കിൾ കൊണ്ട് പോവേനു. അപ്പം രണ്ടാൾക്കാര് ബൈക്കുമ്പോൾ ഇങ്ങനെ വരായിരുന്നു. ഒരു രണ്ടാളും വർത്താനം പറഞ്ഞ് ഫോൺ വിളിച്ചായിരുന്നു വരുന്നത്. ഓല് ഹോണൊന്നും അടിച്ചില്ലായിരുന്നു. ഞാനത് പോയതും ഓലങ്ങോട്ട് മുട്ടി. അപ്പോൾ നമ്മളെപ്പോഴും ആക്സിഡൻ്റ് ആയാൽ നമ്മൾ ആദ്യം കുറ്റം പറയൽ ഓപ്പോസിറ്റ് വരുന്നുള്ള ആളെയാണ്. എപ്പോഴും ഐസിയും ചെയ്തത് അത് തന്നെയാണ് അല്ലേ? കുറ്റം അവർക്കാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? നിങ്ങളെ സൈക്കിൾ കൊണ്ടുപോയിട്ട് ഒരു കാറിനോ ലോറിക്കോ എവിടെയെങ്കിലും പോയി ഇടിച്ചു എന്ന് വിചാരിച്ചോ, പിന്നെ നമ്മൾ അവരെ ഭാഗത്ത് കുറ്റമുണ്ട് ഇവരെ ഭാഗത്ത് കുറ്റമുണ്ട് പറഞ്ഞുകൊണ്ട് ആക്സിഡൻ്റ് ഇല്ലാതെ ആവുമോ? ഇല്ല. അപ്പം ആക്സിഡൻ്റ് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. എപ്പോഴും 4 കണ്ണ് വേണം. സൈക്കിൾ ഓടിക്കാൻ അറിയുന്നവർ എത്ര പേരുണ്ട്? ഇത്രയും പേര് സൈക്കിൾ ഓടിക്കാൻ അറിയുന്നവരുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാലോ. മിറർ ഉണ്ടോ സൈക്കിളിൽ? ബാക്ക് കാണാനുള്ള മിറർ ഉണ്ടോ? മിറർ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് മിറർ വെക്കണം. ബാക്കിൽ നിന്ന് വരുന്ന കാഴ്ചകൾ കാണണം. സൈക്കിൾ ഓടിക്കേണ്ട പിന്നെ ഭാഗമുണ്ട്. അപ്പോൾ ഈ അക്കാഡമിയിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോലെ ഇരുന്ന ഒരു കുട്ടി അദ്നാൻ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു. അപ്പോൾ അദ്നാൻ മരിച്ച പോലെ നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഇങ്ങനെ മരിക്കാം, എന്തായാലും മരിക്കും. അള്ളാഹ് വെച്ച ദിവസം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മരിക്കൽ എപ്പോഴും നടക്കും. പക്ഷേ ആക്സിഡൻ്റ് ആയ കഴിഞ്ഞ ശേഷം നമ്മളെ ശരീരമൊക്കെ റോഡിൽ ഇങ്ങനെ ചിതറിക്കടന്ന് നമ്മളിങ്ങനെ മരിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. അപ്പം അതിനെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. റോഡിൽ അപകടങ്ങളില്ലാതെ
നമ്മൾ നമ്മുടെ കെയർ ചെയ്യണം. അതിന് എന്തൊക്കെ ചെയ്യണം എന്നാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് റോഡിൽ ശ്രദ്ധിക്കേണ്ടത്? റോഡിൽ നമ്മൾ എന്തൊക്കെയാണ് ആസ് എ എന്താ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ആ സേറ. ബാക്കില് വരുന്ന വണ്ടീനെ ശ്രദ്ധിക്കണം. നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടാവും. ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഓരോരോ കാര്യം എടുത്ത് ചോദിക്കാം. പെഡസ്ട്രിയൻ ക്രോസിംഗ് ഇല്ലേ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യൂലേ, സീബ്ര ലൈൻ ക്രോസിംഗ് ഇല്ലേ, റോഡ് മുറിച്ചെടുക്കൂലേ, അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആർക്കെങ്കിലും അറിയോ? നായിം പറഞ്ഞേ. ഫസ്റ്റ് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് കിടക്കുക. വണ്ടി വരുന്നുണ്ടോ നോക്കണം അല്ലേ? അതായത് ഒന്നും നോക്കാതെ അങ്ങ് ഓടരുത് എന്ന്, റൈറ്റ്? ഇപ്പം ഒരു റോഡ് സൈഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോള് പെട്ടെന്ന് റോഡിൻ്റെ അപ്പുറത്തേക്ക് അങ്ങ് പോയി. കളിയുടെ ത്രില്ലിലാണ് നമ്മൾ അല്ലേ, ഗോളടിക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് ബോൾ ഔട്ട് പോയത്. അപ്പം ദേഷ്യം പിടിച്ച് ഓടി ബോൾ എടുക്കാൻ വേണ്ടി അങ്ങ് ഓടുന്ന സമയത്ത് ഇത് റോഡാണ്, വാഹനങ്ങൾ വരും എന്നുള്ള ആലോചിക്കാതെ ഒറ്റ ഓട്ടം ഓടിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആകാശത്തൂടെ അങ്ങനെ പറന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ? അത്രയും സ്പീഡിലായിരിക്കും വണ്ടി വരുന്നത്. നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല ഏത് സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നതെന്ന്. ഓക്കെ, ഒരു കാര്യം നോക്കണം. ശരി, അടുത്ത ചോദ്യം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എവിടേക്കാണ് നോക്കേണ്ടത്? ഓപ്ഷൻസ് തരാം. മേലോട്ട്, റൈറ്റ്, ലെഫ്റ്റ്. 3 ഓപ്ഷൻസ് ഉണ്ട്. അഷ്ഫാഖ്. ലെഫ്റ്റ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ആദ്യം നോക്കേണ്ടത്? ഇന്ത്യയിലാണെങ്കിൽ ആദ്യം എങ്ങോട്ടാണ് നോക്കേണ്ടത്? റൈറ്റ് ആണ്. കാരണം ലെഫ്റ്റ് നിന്നാ വണ്ടി വരും, അപ്പോൾ റൈറ്റാണ് നോക്കണം. ആദ്യം റൈറ്റാണ് നോക്കേണ്ടത്. ഓക്കെ, ആദ്യം റൈറ്റ് നോക്കാതെ ആദ്യം ലെഫ്റ്റ് നോക്കിയിട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ടാണ് റൈറ്റ് നോക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്ത്യയിലാണെങ്കിൽ ആദ്യം റൈറ്റ് നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ, അല്ലേ? ശരിയല്ലേ? ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ഓക്കെ, എപ്പോഴും റൈറ്റ് ആദ്യം നോക്കണ്ട്. ആദ്യം റൈറ്റ് നോക്കിയിട്ട് പിന്നെയാണ് ലെഫ്റ്റ് നോക്കേണ്ടത്. റോഡിൻ്റെ ഓൾമോസ്റ്റ് ഒരു 25-30% ക്രോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് കുറച്ചുകൂടെ മൂവ് ചെയ്ത് ഒരു റോഡിൻ്റെ ഒരു 30% നടന്നിട്ട് വീണ്ടും ലെഫ്റ്റ് നോക്കണം, റൈറ്റ് നോക്കണം. ഇങ്ങനെ വേണം ക്രോസ് ചെയ്യാൻ. കാരണം നമ്മൾ ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ റോട്ടിൽ ഒരു വണ്ടി ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ നമ്മുടെ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് പോകാൻ പറ്റുന്ന അത്രയും സ്പീഡിൽ വണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ എപ്പോഴും റൈറ്റ് ശ്രദ്ധിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഗേൾസിനെയാണ്, പെൺകുട്ടികൾ. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? നോക്ക്, നിങ്ങൾ ഇവിടെയുള്ള ഗേൾസ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ഇത് നിങ്ങൾ കാറിലൊക്കെ പോകുമ്പോൾ നോക്കേണ്ടേ, ബോയ്സ് നോക്കേണ്ടി. ഞാൻ ശ്രദ്ധിക്കലുണ്ട്, ലേഡീസ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ലേഡീസ് വൺ സൈഡ് മാത്രമേ നോക്കുള്ളൂ. നിങ്ങൾ അങ്ങനെയാണോ ഫാത്തിമ? ആണോ? അതായത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് നോക്കും 2 സൈഡും, പിന്നെ ഒരു സൈഡ് മാത്രം നോക്കി ഇങ്ങനെ അങ്ങ് നടക്കുക ചെയ്യുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല ലേഡീസ്. ഓക്കെ, ബോയ്സിനെ കാണില്ല, ലേഡീസിനെ അധികവും കാണില്ല. ഓക്കെ, കാരണം വണ്ടി അടുത്ത് കൊണ്ടുപോയി നിർത്തേണ്ടി വന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. എനിക്ക് വണ്ടി അടുത്ത് കൊണ്ടുപോയി നിർത്താം എന്ന് വെച്ചാൽ ഇവര് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു സൈഡ് നോക്കി ഇങ്ങനെ അങ്ങ് വരിക ചെയ്യാം, നോക്കേ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ രക്ഷപ്പെട്ടു. അങ്ങനെയാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും 2 സൈഡും റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വലത്തോട്ട് ഇടത്തോട്ട് സലാം വിട്ടൂല നമ്മൾ, അസ്സലാമു അലൈക്കും അല്ലെ? നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ 1 2 ഒന്ന് ചെയ്തേ. സിമ്പിളാ. 1
ടു. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഓക്കെ, രണ്ടൊന്ന് നോക്കുക. എന്നിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങനെ നോക്കുക. എന്നിട്ട് കുറച്ചൊന്ന് സ്റ്റെപ്പ് വെച്ചിട്ട് പിന്നെയും നോക്കുക. ഓക്കെ, ഇത് ചെയ്യണം. ഇത്രയെങ്ങാനും ആക്സിഡൻസ് ആണ് നടക്കുന്നതെന്നറിയോ? ഇനി റോഡ് ക്രോസ് ചെയ്യുന്നത് മുമ്പ് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ? ആ, പറഞ്ഞേ. ഗ്രീൻ മാന് വരുന്നു. ഗ്രീൻ ലൈറ്റ്. ആ, നാട്ടിലും ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ഒക്കെ ഒരു ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നടക്കാൻ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും, ഒരു ഇങ്ങനെ വാക്ക് ചെയ്യുന്ന ഒരു സാധനം ഇങ്ങനെ കാണിക്കും അല്ലേ? അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ് അല്ലേ? പിന്നെ പ്രധാനപ്പെട്ട കാര്യം സീബ്ര ലൈനിലൂടെ മാത്രം ക്രോസ് ചെയ്യുക. നിങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു 50 മീറ്റർ അപ്പുറത്തേക്ക് നടന്നാൽ അവിടെ എന്തുണ്ട്? സീബ്ര ലൈൻ, അതായത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ലൈൻ ഉണ്ട്. എങ്കിൽ അതിലൂടെ മാത്രമേ ക്രോസ് ചെയ്യാവൂ. അല്ലാത്തടത്തൂടെ ക്രോസ് ചെയ്താലുള്ള പ്രശ്നം എന്താ അറിയോ? ആർക്കെങ്കിലും അറിയോ പ്രശ്നം? എന്താ പ്രശ്നം ഹസനെ? വണ്ടി ഇടിച്ച് തെറിപ്പിക്കും. അല്ല, വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നു അല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? കുറ്റം നമ്മളെ മേൽക്കാ വരിക. 5 പൈസയും കിട്ടൂല. ഹോസ്പിറ്റലിൽ കാലോ കയ്യോ മുറിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അല്ലെ കമ്പി ഇടിച്ച് 6 മാസം ഒരു കൊല്ലമൊക്കെ ഇങ്ങനെ കിടന്ന് ചിലപ്പോൾ സ്പൈനലൊക്കെ പൊട്ടി അവിടെ കിടക്കേണ്ടി വരും. മുഴുവൻ ചിലവ് നമ്മൾ എടുക്കേണ്ടി വരും. ഒരാളും ഹെൽപ്പ് ചെയ്യാണ്ടാവില്ല. കുറ്റം നമ്മുടേതാ. കാരണം ഇത് ക്രോസ് ചെയ്യാൻ റോഡ് എന്തിനുള്ളതാ? നടക്കാനുള്ളതല്ല. ഒന്നാമത്തെ കാര്യം, റോഡ് എന്തിനുള്ളതാ? വെഹിക്കിൾസിനുള്ളതാണ്. പക്ഷെ ആ റോഡിലൂടെ നടക്കുന്ന അവസ്ഥ എപ്പോഴും ഇത് ക്രോസിംഗ് ലൈന് മാർക്ക് ചെയ്തതിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെന്താ റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എന്താണ്? ആ, പറഞ്ഞേ. ഈ റോഡിൽ നമുക്ക് ഇപ്പൊ ബോർഡ് പരമായിട്ടും ഇങ്ങനെ കുറെ ഇൻഫോർമേഷൻ തരുമല്ലോ, ഉം, അതും ഒക്കെ ചെയ്യാം. ഇപ്പൊ സ്കൂൾ പോണ കുട്ടികൾ ഉണ്ടാവും, അല്ല ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഇത്രയാണ്, ഉം. ജംഗ്ഷൻ വരുന്നുണ്ട്. അല്ല, അത് ഡ്രൈവർ. നമ്മളെ ടോപ്പിക്കിൽ നീ ലേറ്റായി വന്നോണ്ട് എനിക്ക് മനസ്സിലായില്ല. നമ്മളെ ടോപ്പിക്ക് നമ്മൾ നടക്കുന്ന ആളായിക്കൊണ്ട്, നമ്മൾ കാൽനട യാത്രക്കാരനായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്നാണ്. നമ്മൾ റോഡിലൂടെ നടക്കുകയാണ്, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. ന്യായമേ, എന്തൊക്കെയാടാ? നേരെ ഇരിക്ക്. ആ, ജൻഹ. നമ്മള് വേസ്റ്റ് ഒന്നും അവിടെ ഇടാൻ പാടില്ല. അത് നല്ലൊരു കാര്യമാണ്. റോഡിലൊന്നും വേസ്റ്റ്. ഇപ്പോൾ ഇന്നലെ വേറൊരു വീഡിയോ കണ്ടു, കുറ്റ്യാടിയാന്ന് തോന്നുന്നു, ഒരു നല്ല പാർക്ക് വന്നിട്ടുണ്ട്. എവിടെയോ ഒരു പാർക്ക് വന്നിട്ടുണ്ട്. ആ പാർക്കിൽ നാട്ടുകാർ മുഴുവനും വേസ്റ്റ് അത് ഇതൊക്കെ കൊണ്ട്, നല്ല അടിപൊളി ഒരു പാർക്ക്, അത് മുഴുവൻ വേസ്റ്റ് ഇട്ടിരിക്കണം. അപ്പോൾ വേസ്റ്റ് വലിച്ചെറിയരുത്. പഴം തിന്ന തോട് പുറത്തേക്ക് അല്ലേ? മിഠായി തിന്ന തൊലി പുറത്തേക്ക്, ഡ്രിങ്ക്സ് കഴിക്കുക വെള്ള ബോട്ടിൽ പുറത്തേക്ക്. തൊട്ടടുത്ത് ബിന്നുണ്ടെങ്കിൽ അതിൽ പോലും ഇടാതെ ബിന്നിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന എത്ര പേരുണ്ട്? കൈ കാണിച്ചേ. ബിന്നിലേക്ക് കൊണ്ടുപോയിടുന്ന. അയ്യോ, മാഷാ അല്ലാ, ഗുഡ്. അത് നല്ല നല്ല ഗുണമാണ്. തൊഹൂറു ഷിത്രുൽ ഈമാൻ എന്ന് പഠിച്ചാൽ പോരാ, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. പിന്നെ റോഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹസന്, റോഡിൽ കൂടി ഓടി നടക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാല് വണ്ടി നേരം നോക്കി ഞാൻ റോഡിന്റെ ശരിയാ. റോഡിന്റെ സൈഡിലൂടെ ഒന്നും ഓടി കളിക്കാതിരിക്കുക. ചിലപ്പോൾ ചില വണ്ടികൾ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് റോഡ് സൈഡിലേക്കും കൂടെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കമ്പിയോ വാരയോ ഒക്കെ പുറത്തേക്കൊക്കെ ഇങ്ങനെ തങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ സൈഡിലാണെങ്കിലും നമ്മൾ അതിലും തട്ടിയിട്ട് വീഴാനും സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ കിഡ്നാപ്പ് ചെയ്യുന്നവരുണ്ടാവും. കിഡ്നാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സൽമാനെ? കിഡ്നാപ്പ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ നമ്മള് തട്ടിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും മയക്കുമരുന്ന് തന്നിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ വീക്കിൽ കേരളത്തിൽ KSRTC ബസ്സിൽ കണ്ടക്ടർ കുട്ടി മലയാളം പറയാ, ഉമ്മ തമിഴ് പറയാ. ഓക്കെ, കണ്ടക്ടറിന് സംശയമായി, നേരെ പോലീസ് സ്റ്റേഷനിൽ വിട്ടു നോക്കും, തട്ടിക്കൊണ്ടു പോവാണ്, ചെറിയ കുട്ടീനെ തട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവരെന്തിനായി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ജൗഹർ, അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പൈസ ഒക്കെ
അത് ഇപ്പം ഇല്ല, അത് നടക്കൂല, ഈ കാലത്ത് അത് നടക്കൂല. അപ്പം ജവഹറിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജവഹറിന്റെ ഉപ്പാനെ വിളിച്ചിട്ട് പറയും എനിക്കൊരു 1 CR ഇങ്ങോട്ട് അയക്കണം എന്നാലേ തരുമെന്ന് പറഞ്ഞു. വിളിക്കൂല. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വരും, അറ്റാക്ക് ചെയ്യും, ആകെ പ്രശ്നമാണ്. ഇപ്പം എന്താ ചെയ്യാന്നറിയോ? കൊണ്ടുപോയിട്ട് ആ എന്താ ചെയ്യാ? കിഡ്നിയോ ആറ്റമോ എന്തെങ്കിലും ഞങ്ങൾ ഉള്ളിത്തേത് ആ ഞങ്ങള് ഓർഗൻസ് അല്ലേ? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഗോൾഡ് അല്ല, ഗോൾഡിനേക്കാളും ഒക്കെ എത്രയോ വിലപിടിപ്പുള്ള വാല്യൂ ഉള്ള സാധനങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. അതൊക്കെ ഊരിയെടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നാണ്. ഓക്കെ, ഐസ. ഉം. ഇതിന്റെ റേഞ്ച് പോയി. പീഡനം ചെയ്യും. പീഡനം ചെയ്യുന്നവരുണ്ട്, പീഡിപ്പിക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ ഹോട്ടലിന്റെ ആവശ്യത്തിന് വേണ്ടി ഇറച്ചിക്കൊക്കെ എടുക്കുന്നവരുണ്ട്. അതറിയോ നിങ്ങൾക്ക്? ഇറച്ചിയിൽ ബീഫിലൊക്കെ ചേർത്തിട്ട് ഹോട്ടലിൽ കൊടുക്കാൻ. പണ്ട് പിന്നെ ഞാൻ കേട്ടൊരു സ്റ്റോറിയാണ്, എത്രത്തോളം റിയലാന്ന് അറിയില്ല. ഒരു ഇതിന് മാഫിയ എന്നാ പറയാ, കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നു. കുട്ടികളെ മാത്രമല്ല, എല്ലാവരും പിടിച്ചു കൊണ്ടുപോകും. ഇവര് പിന്നെ വാൻ പോലെയുള്ള വണ്ടികളിലാണ് വരിക. പണ്ടത്തെ സ്റ്റോറിയാണ്. എന്നിട്ട് അവർ റോഡ് സൈഡിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, ആരൊക്കെയാ കളിക്കുന്ന സ്ഥലം, ആരൊക്കെയാ പോണു. ഒരു 1 ഡേ വന്ന് ഒബ്സർവ് ചെയ്യും നിങ്ങളുടെ അടുത്തൊക്കെ. നിങ്ങൾ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ട് ഏരിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഫസ്റ്റ് ഡേ 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട്, അതിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ വന്ന് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ വന്ന് നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ ആണെന്നല്ല, ആയേക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വെറുതെ വന്ന് നമ്മളോട് പരിചയം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ? മനസ്സിലായോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളോട് റോഡിൽ വന്നിട്ട് പറയാ, ഹായ് മോനെ ചക്കരേ ഒരു മിഠായി തരട്ടെ എന്നാന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര പരിചയം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ അർസാനെ? എല്ലാ നീ വേഗം മിഠായി വാങ്ങി കഴിക്കും. മിഠായി ചോക്ലേറ്റ് അയ്യടാന്ന് പറഞ്ഞാൽ നീ അത് വാങ്ങി കഴിക്കും അല്ലേ? ഇല്ല നീ കഴിക്കൂല? നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് തരുന്നെങ്കിലോ? ചോക്ലേറ്റാ എന്ത് ചോക്ലേറ്റ് തന്നാലും അത് വാങ്ങി കഴിക്കരുത് സൽമാൻ. അതല്ലാതെ ഈ കിഡ്നാപ്പർ ഈ എന്തുവാ കണ്ണൊക്കെ വലിച്ചു ഊരിയിട്ട് ഈ പാവങ്ങളുടെ കൂട്ട കാണിച്ചിട്ട് പൈസയൊക്കെ വാങ്ങിക്കാൻ പറയും. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവര് പൈസ വാങ്ങിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം കുട്ടികളെ. പണ്ട് അങ്ങനെ ചെയ്യല്ല. നാവൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ പിന്നെ സംസാരിക്കൂലല്ലോ, നമ്മൾ സംസാരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നാവ് കട്ട് ചെയ്യുക, കണ്ണ് രണ്ടും അങ്ങ് പൊട്ടിച്ച് കളയുക. നമ്മളെന്തായി എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൾക്കാർ പൈസ തരും അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം. ഈ ലോകത്ത് 90% നല്ല മനുഷ്യന്മാരാണ് ഉള്ളത്. പക്ഷെ 10% മനുഷ്യന്മാർ നല്ല മനുഷ്യന്മാരല്ല. അവർ ക്യാഷിന് വേണ്ടി, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സില്ലാത്ത ക്രൂരന്മാരായ മനുഷ്യന്മാരാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഗസയിലും ഫലസ്തീനിലും ഒക്കെ കണ്ടില്ലേ, രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എന്ത് തെറ്റായ കാര്യവും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യന്മാരുള്ള ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇത് കെയർ ചെയ്യണം. നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒരു കാരണവശാലും അവരുടെ അടുത്തുനിന്ന് നമ്മൾ ഹെൽപ്പ് വാങ്ങരുത്. അഷ്മിലെ, സ്കൂൾ വിട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് ലിഫ്റ്റ് ചോദിക്കലുണ്ടാ? ആ നിർത്തിക്കാളാട്ടാ, നിർത്തിക്കാള. കാരണം പലതരത്തിലും നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും, പല രീതിയിലും. അപ്പം നിങ്ങളത് കെയർ ചെയ്യുക. ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് നിങ്ങളാണ് തെറ്റുകാർ. നിങ്ങളങ്ങനെ ഇപ്പോഴും സ്റ്റിൽ എത്ര കേസസ് കേരളത്തിൽ തന്നെ കിടക്കുന്നുണ്ട് അഷ്മിലെ? മാൻ മിസ്സിങ് കേസുകൾ ഇതുവരെ കണ്ടിട്ടില്ല. രാവിലെ കുട്ടി സ്കൂളിൽ പോയതാ, ഒരു അഡ്രസ്സും ഇല്ല. എത്ര കേസ് കിടക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? കണ്ടാൽ ചിലപ്പോൾ വെള്ള തൊപ്പിയും നല്ല വെള്ള ഡ്രസ്സ് ഇട്ട് ഉസ്താദ് ലുക്കിൽ വന്ന് വിചാരിച്ചോ, ബൈക്കിലോ കാറിലോ നിങ്ങൾ കയറിയെന്ന് വിചാരിച്ചോ, കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടവൽ എടുത്ത്, ഒരു കർച്ചീഫ് എടുത്തിട്ട് ഒന്ന് മൂക്കിൽ പൊത്തി പിടിച്ചാൽ നിങ്ങൾ പോയി, നിങ്ങളുടെ ബോധം പോയി. അല്ലെ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം പോയി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ പാരൻസിന് പോയി, അത്രേ ഉള്ളൂ. അഷ്മിലെ, നടന്നു പോയാൽ മതി കേട്ടോ.
നടന്നു പോകുന്നവരെയും ആണ് ടാർഗറ്റ് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്. റോഡ് സൈഡിലൂടെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് റോഡ് സൈഡിലൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവല്ലേ, സ്കൂൾ നിങ്ങൾ ഈ പെൺകുട്ടികളില്ലേ, ഗേൾസ് ആകുമ്പോൾ ഇങ്ങനെ നടന്നു പോവാ, ഒരുമിച്ച് ഇങ്ങനെ 3-4 പേര് ഒരുമിച്ച് ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ബോയ്സും ഉണ്ട്, അങ്ങനെ 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 ഒരുമിച്ച് പോവാ. അപ്പോൾ ഒരാൾ മിക്കവാറും റോഡ് സൈഡിലേക്ക് തള്ളിയായിരിക്കും നടക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ സേഫ് ആയിരിക്കും. ഒരാൾ റോഡ് സൈഡിലേക്ക്, റോഡില്ല. അപ്പോൾ ഈ വാൻ പോലെയുള്ള പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളിലാണ് ഇവർ വരിക. എന്നിട്ട് ഇവർ കുറേ ടീമുണ്ടാവും. ടീം 1ൻ്റെ പണി ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷനാണ്. അവർ വന്നിട്ട് കുട്ടികളെ എവിടെയൊക്കെ ഉള്ളത്, അവർ ഏതൊക്കെയാണ് പോകുന്നത്, ഏതൊക്കെ വീട്ടിലാണ്, അവിടെ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ നോക്കാൻ വേണ്ടി ഒരു ദിവസം വരും. രണ്ടാമത്തെ ദിവസം ഇവർ പിടിച്ചിട്ട് വണ്ടിയിലേക്ക് ഇട്ടിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കരയാനുള്ള ഗ്യാപ്പ് പോലും തരൂല. കാരണം എന്താ, പിടിച്ചിടുമ്പോൾ തന്നെ നിങ്ങളെ വായ പൊത്തിയിട്ട് മൂക്കിൽ ഈ കർച്ചീഫ് വെച്ച് അതൊന്നും നിങ്ങൾ സ്മെല്ലാവുന്നതോടുകൂടി നിങ്ങൾ ബോധം പോയി, പിന്നെ നിങ്ങൾ കരയൂല. അങ്ങനെ നിങ്ങളെയും കൊണ്ടിട്ട് ഈ വാഹനം ഇങ്ങനെ പോകും. എന്നിട്ട് എങ്ങോട്ടാ പോവാ, ആരാ പറയാ? അങ്ങനെ വാഹനം പോയിട്ട് ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തിയിട്ട് വേറൊരു കാറിലേക്ക് അത് മാറ്റും, ബോഡി മാറ്റും. ഓക്കെ, ആ കാറിൽ നിന്ന് വേറൊരു ആംബുലൻസിലേക്ക് മാറ്റും. ആംബുലൻസ് മാറ്റിയാൽ പിന്നെ ആരും കാണൂലല്ലോ, ആരും തടയൂല. ഹൈ സ്പീഡിൽ അവർ പോകുന്ന ചില ആ പിന്നെ കാടോ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്വഭാവത്തിൽ എന്ത് ചെയ്യും, ഓർഗൻസ് ഒക്കെ അവർ ഊരിയെടുക്കും. എന്നിട്ട് ബോഡി പിന്നെ എന്താ ചെയ്യുക, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു സ്റ്റോറിയിൽ ഞാൻ കേട്ടത്, ബോഡി അവർ കട്ടാക്കും, പീസാക്കും, ചെറിയ പീസാക്കും. ഈ ബീഫിൻ്റെ കൂടെ ഇടാൻ ഇറച്ചി ചെറുതായിട്ട് പീസാക്കിയിട്ട് വലിയ വലിയ ഹോട്ടൽസിലൊക്കെ കൊണ്ടുപോയിട്ട് ബീഫ് ഇറച്ചി എന്ന് പറഞ്ഞ് വിറ്റു. അപ്പോൾ ഹോട്ടലിലെ ആളുകൾ തിന്നു പോകും, നല്ല ടേസ്റ്റിൽ തിന്നു പോകും ഇറച്ചീൻ്റെ കൂടെ. എല്ലുകൾ മുഴുവൻ ചെറുതായിട്ട് പൊടിച്ചിട്ട് അത് കെട്ടാക്കിയിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് തട്ടും. ഇതൊക്കെ 1 അവറിൻ്റെ ഉള്ളിൽ എല്ലാം ചെയ്ത് കഴിയും. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഉമ്മ മോനെ മോളെ എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്തേ ചിരിച്ച ഫേസൊക്കെ പോയല്ലോ, ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ഫേസൊക്കെ എന്ത് പറ്റി നിങ്ങൾക്ക്? ആ, ആർക്കാണ് നഷ്ടം? നിങ്ങൾ നഷ്ടപ്പെട്ടാൽ ആർക്കാ നഷ്ടം? നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും തന്നെ, നിങ്ങൾക്കും നഷ്ടം തന്നെ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, റോഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ്, പൊതുജനങ്ങളുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്, അപരിചിതരുമായ ആളുകളുമായിട്ട് ടോക്ക് ചെയ്യാൻ പോകരുത്, ഒന്നാമത്തെ കാര്യം. ഇനി സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലേ? സേഫ്റ്റി എന്തൊക്കെയാ സേഫ്റ്റി? നിങ്ങൾ ഒരാൾ പിടിക്കാൻ തന്നെ വന്നു എന്ന് വിചാരിച്ചു. നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ പിടിക്കാൻ വന്നിട്ടുണ്ടോ? ഹലോ, ആരെങ്കിലും പിടിക്കാൻ വന്നിട്ടുണ്ടോ? ഹസനെ പിടിക്കാൻ വന്ന്. എവിടുന്നാടാ പിടിക്കാൻ വന്ന്? ഇത് ഇവിടെ അടുത്തുനിന്ന്. അടുത്തുനിന്ന് തന്നെ. നീ ഓടി രക്ഷപ്പെട്ടോ? ഓടി കടയിൽ കയറി. കടയിൽ കയറി. ആളുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആയിസാനെ പിടിക്കാൻ വന്നോ? എവിടുന്നാ പിടിക്കാൻ വന്ന്? എന്റെ അങ്കിളിന്റെ കല്യാണത്തിന്. അപ്പൊ നീ എന്ത് ചെയ്തു, ഓടിയോ? അവരെന്നെ വിളിച്ചു, അപ്പൊ ഞാനില്ല, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എന്നിട്ട് കല്യാണത്തിന് പോയി. കല്യാണത്തിലേക്ക് ഓടിപ്പോയി. നോക്കൂ, ഒന്ന് അവിടുന്ന് ഓടിപ്പോവാ എന്നുള്ളത് തന്നെയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ആളുകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ഓടിപ്പോവാ എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞു വിചാരിച്ചു, കൈയൊക്കെ പിടിച്ചു, 2 കൈയോട് പിടിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ എടുത്തു പൊക്കി, അങ്ങ് എടുത്തു എന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, വലിയൊരാൾ വന്ന് നിങ്ങളെ പൊക്കി അങ്ങ് എടുത്തു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സൽമാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം അവിടെ തലയിൽ ഇടിച്ചിട്ട് പഞ്ചറാക്കും. തലയിലിടിച്ച്, നിന്റെ തലയിലിടിച്ച് ആ മൂപ്പർക്ക് സ്പോഞ്ച് എന്തോത്തൊന്നും ഇടിക്കുന്ന പോലെ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അവർക്കൊരു വേദനയാവില്ല. നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റതാണ് ഈ 2 വിരലുകൾ. ഈ 2 വിരൽ മതി. അങ്ങനെയാകും ബലൂൺ വരുന്നത്. ഈ 2 വിരലുകൊണ്ട് ഒരു പരിപാടി ഉണ്ട്, എന്താണെന്നറിയോ? 2 കണ്ണിലേക്കും കുത്തിയിട്ട് ബോൾ ഇങ്ങ് എടുത്തേക്കുക. കണ്ണിന്റെ ആ ബോളില്ലേ, അതിങ്ങ് എടുത്തേക്കുക. പിന്നെ അയാൾ കാണണമെന്ന് കാണട്ടെ അല്ലേ? നിങ്ങളെ ബോൾ അങ്ങ് കുത്തിയിട്ട് മാന്തിക്കീറി ഇങ്ങ് എടുത്തേക്കുക. ഓക്കെ, കണ്ണടൻ്റെ ആദ്യം കണ്ണട തട്ടുക, എന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതെന്തിനാണ്? നമ്മൾ ആ സമയത്ത് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ റിയാക്ട് ചെയ്യണം.
ഒന്നാമത് അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്താ സീബ പറഞ്ഞു? We can bite the hand. ആ കൈയിലേക്ക് കടിക്കാൻ We can. പറ്റും. പക്ഷെ അതൊന്നും പക്ഷെ നിങ്ങൾ എത്ര പെയിന് അവർക്കിപ്പോൾ നിങ്ങളെ അടുത്ത് ഒരു കത്തി ഉണ്ടെന്ന് വിചാരിച്ചു, കത്തി കൊണ്ട് അയാളെ കുത്തി എന്ന് വിചാരിച്ചു, എന്നാലും അയാൾക്ക് നിങ്ങളെ പിടിവിടില്ല. പക്ഷെ കണ്ണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. കണ്ണിൽ ചെറിയ കുടുംബം ഒരു എന്തെങ്കിലും ഒന്ന് പോയാൽ തന്നെ നമ്മൾ കണ്ണാകെ എങ്ങനെയാവും അല്ലേ? പക്ഷെ ഇത് ശരിക്കും നമ്മൾ കുത്തുന്നോട് കൂടി എന്ത് ചെയ്യും? ആൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതൊരു കാര്യം. പിടിച്ചു കഴിഞ്ഞാൽ കേട്ടോ, അങ്ങനെ പിടിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ സിറ്റുവേഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ള അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തരുത് എന്നതാണ് പ്രധാനം. അപ്പം 3-4 പേര് നമ്മളെ ഇങ്ങനെ പിടിച്ചതാണ് അപ്പൊ എന്തോ ചെയ്യും? 3-4 പേര് അങ്ങനെ പിടിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എത്തരുത് കേട്ടോ. നിനക്ക് പറ്റുകയാണെങ്കിൽ നീ ഒന്ന് കരഞ്ഞോ, നിനക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 3-4 പേര് പിടിക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾ എത്ര വലിയ കരാട്ട പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ പിടിക്കാൻ വരുന്നവരൊന്നും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ തന്നോ മിഠായി തന്നോ മയക്കിയിട്ടേ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ അവർക്കറിയാലോ നിങ്ങൾ കുട്ടികളാണ്, കരയുന്നുള്ളതൊക്കെ ഉറപ്പായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരൊന്നെങ്കിൽ എന്തെങ്കിലും മിഠായി നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ജ്യൂസ് തരും, എന്തെങ്കിലും വെള്ളം തരും, ഡ്രിങ്ക്സ് തരും. അപരിചിതരായ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഏതാൾ എന്ത് തന്നാലും ഈറ്റബിൾസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. പിന്നെ ഇതിപ്പം ഏത് സ്ഥലത്താണെങ്കിലും നമ്മളിപ്പോൾ പാർക്കിൽ പോവും, കല്യാണ വീട്ടിൽ പോവും, നമുക്ക് സംതിങ് റോങ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് നമ്മൾ മൂവ് ചെയ്യണം, നമ്മൾ ആളുകളുടെ അടുത്തേക്ക് പോകണം. അവിടെ പിന്നെ നമ്മൾ നിൽക്കരുത്. സേറ അതുകൊണ്ട് നല്ല പള്ളക്ക് ചോട്ടിരിക്കാം. അല്ല, അതൊന്നും കാര്യമില്ല. നിങ്ങളെ ഫിസിക്കലി ഉള്ള ചവിട്ടൊന്നും അവർക്ക് ഉറുമ്പ് അടിക്കുന്ന പോലെ തോന്നുള്ളൂ അല്ലേ? അവർക്ക് അതൊന്നും ഒരു ഓപ്ഷൻ അല്ല അത് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുക. വലിയ ധൈര്യം കാണിക്കും ചില കുട്ടികളൊക്കെ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒറ്റയ്ക്കൊന്നും പോകരുത്. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നല്ല മനുഷ്യന്മാരുള്ള സ്വർഗലോകമല്ല ഇത്. ഇവിടെ ചീത്ത മനുഷ്യന്മാരും കൂടെ ഉണ്ട്. എല്ലാവരും പിന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ചീത്ത മനുഷ്യന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. കളിക്കാൻ പോകുന്നവരില്ലേ? പാർക്കിൽ പോകുന്നവർ കൈപ്പൊക്ക്. പാർക്കിൽ പോകുന്നവര് ഇല്ലേ? ഓക്കെ. പുതിയൊരാൾ വന്ന് നല്ല രീതിയിൽ നല്ല പഞ്ചാര വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കൂലേ? എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളങ്ങനെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമല്ലേ? നീ നല്ല സൂപ്പറാണടാ, നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഫുട്ബോള് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങ് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് അറ്റാച്ച്ഡ് ആവും അല്ലേ? അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. പിന്നെ റോഡിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ട്രിപ്പർ ലോറിക്കോ ഏതെങ്കിലും കാറിൻ്റെ ഒക്കെ മുമ്പിൽ പോയി ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ബോഡി വലിയ ശക്തിയുള്ള ബോഡിയാണോ നിങ്ങളുടേത്? നല്ല ശക്തിയുള്ള ബോഡിയാണോ? നിങ്ങൾ പവർഫുൾ ആണോ? ടെസ്റ്റ് ചെയ്താൽ മതി അല്ലേ? ഒരു 100 മീറ്റർ സ്പീഡിൽ ഓടി വന്നിട്ട് കോൺക്രീറ്റ് ബീമിൽ തലങ്ങ് ഇടിച്ചാൽ മതി അല്ലേ? സ്പോട്ടിൽ മയ്യത്താവാം, തല പൊട്ടി ചിതറിയിട്ട് അല്ലേ? നമുക്ക് ഹൈ സ്പീഡിൽ ഈ കാറ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര സ്പീഡിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ നോക്കണ്ട, 100 above സ്പീഡിലൊക്കെ വരുന്ന ഹൈ സ്പീഡ് കാറിൻ്റെ മുമ്പിലൊക്കെ പെട്ടാൽ പിന്നെ ICU പോലും എത്തൂല. നിങ്ങൾ സ്പോട്ടിലാണ് ഡെഡ് ആവുക, സ്പോട്ടിൽ മരിച്ചു പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. സൈക്കിളുമായിട്ട് ഇപ്പോൾ ഒരു കുട്ടിയില്ല ഐസ, അവൾ പറഞ്ഞില്ലേ സൈക്കിളുമായിട്ട് പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ വരുമ്പോൾ അവൾ പറഞ്ഞ ആ പോയിന്റ് തന്നെ അതാണ്. എന്താ പോയിന്റ്? ഞാൻ കയറുമ്പോൾ അവര് ഹോൺ അടിക്കാതെ വന്നു എന്ന്. അപ്പോൾ ഇവർക്ക് ഫുൾ ടൈം ഹോൺ അടിക്കുന്ന പണിയാ? എല്ലാ സമയത്തും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഗൾഫിലൊക്കെയാണ് ഹോണടി പരിപാടി ഇല്ല. ഗൾഫിൽ ഹോണടി ഇല്ല, വളരെ റെയർ ആയിട്ട് ആളുകൾ ഹോൺ അടിക്കുള്ളൂ. ഓക്കെ. നമ്മൾ പോക്കറ്റ് റോഡിൽ നിന്ന് കയറുന്ന ആളുടെ ഡ്യൂട്ടിയാണ് മെയിൻ റോഡിൽ വണ്ടി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുക എന്നുള്ളത്. ഓക്കെ. അത് സൈക്കിൾ ഓടിക്കുകയാണെങ്കിലും നടന്നു പോവുകയാണെങ്കിലും ഒക്കെ. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം, ആക്സിഡൻസ് മേജർ ആക്സിഡൻസ് ഉണ്ട്, മൈനർ ആക്സിഡൻസ് ഉണ്ട്. ചെറുങ്ങനെ ഒരു സൈക്കിള് ബൈക്കിൽ വന്ന് ഇടിച്ചാലൊന്നും വലിയ അപകടമൊന്നും പറ്റൂല. ചിലപ്പോൾ എല്ല് ചതങ്ങും, എല്ല് പൊട്ടും. എല്ല് പൊട്ടിയവരൊക്കെ കൈപൊക്കിയേ.
നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എല്ല് ഏതെങ്കിലും പൊട്ടിയിട്ടുള്ളവർ കൈവക്ക് നല്ല സുഖമല്ലേ? ആ, അപ്പോൾ എല്ല് പൊട്ടുക, അതാണ് എല്ല് പൊട്ടുക എന്നുള്ളത്. എല്ല് പൊട്ടി പുറത്തേക്ക് എല്ല് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കൈയുടെ എല്ല്, വെള്ള കളറിലുള്ള എല്ല് ഇറച്ചി തുറന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരും അല്ലേ? അത്രക്കൊക്കെ സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു എല്ലുണ്ട് പുറത്ത് അല്ലേ? കഴുത്തിന്റെ ബാക്കിൽ ഇവിടെ ഒന്ന് തൊട്ട് നോക്ക്. ഇവിടെ ഒരു സ്പൈനൽ എന്ന് പറഞ്ഞ ഒരു എല്ലുണ്ട്. കുറെ ബോൾ 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 ആയിട്ട് കണ്ടാ കിട്ടുന്നുണ്ടാ? ഒരു എല്ല് താഴോട്ട് വരുന്നില്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒറിജിനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ എല്ലിന് ഒരു അപകടം പറ്റിയാലുണ്ടല്ലോ, ജീവിതകാലം മുഴുവനും നമ്മൾ കിടക്കേണ്ടി വരും. ഇതാ ഇങ്ങനെ കിടക്കുക, എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. വായിൽ ഭക്ഷണം കൊണ്ട് തരേണ്ടി വരും. കൈ അനങ്ങൂല, മുഴുവനായിട്ടും കൈയും കാലും തളർന്ന് നമ്മൾ കിടക്കേണ്ടി വരും. അതുകൊണ്ട് വീണ്ടും പറയാ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എപ്പോഴും കെയർ ചെയ്യുക. റോട്ടിൽ ഇറങ്ങുമ്പോൾ, പാർക്കിൽ പോകുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക. എന്ന് കരുതി നാളെ മുതൽ പേടിച്ച് നിൽക്കണം എന്നല്ല, പേടിക്കണം എന്നല്ല പറഞ്ഞു, സൂക്ഷിക്കണം എന്നാണ്. എന്താ സർക്കാർ പറയുന്നില്ല, ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. അതുപോലെയാണത് കേട്ടോ. ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. ഞാൻ പിന്നെ നടക്കാനുള്ള എന്തായാലും നടക്കും കേട്ടോ. ആക്സിഡന്റ് നടക്കാനുള്ളത് എന്തായാലും നടക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. എന്നാലും പറയാനുള്ളത് ഇങ്ങനെ പറയാനേ ഉള്ളൂ. അപ്പം 2 years ബാക്ക് അദ്നാൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഇതുപോലെ ഇവിടെ സ്ക്രീനിൽ ഇരുന്ന കുട്ടിയാണ് ഇപ്പോൾ മരിച്ചു പോയത്. അതും റോഡ് ആക്സിഡന്റിൽ പെട്ടിട്ട്. നമ്മൾ എത്രയോ വട്ടം പറഞ്ഞതാണ്, ബൈക്ക് എടുത്ത് പോകല്ലേ, 18 വയസ്സ് കഴിഞ്ഞിട്ടേ ബൈക്ക് ഓടിക്കാൻ പറ്റൂ, അതിൻ്റെ മുമ്പ് എടുത്ത് പോകല്ലേ എന്ന് എത്ര വട്ടം പറഞ്ഞാലും കേൾക്കൂല. എന്നിട്ട് സ്കൂട്ടി എടുത്തിട്ടും ബൈക്ക് എടുത്തിട്ടും വലിയ ആളാവലാണ് അല്ലേ? ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇതാണ്, ഞാൻ വലിയ ആളായി. ഒരു ആളും അല്ല, അടുത്ത പോസ്റ്റിലിടിച്ചിട്ട് താഴെ കിടക്കുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ എപ്പോഴും അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. നിങ്ങൾ കാറ് കിട്ടും, നിങ്ങൾ കാർ ഓടിക്കുന്ന ആളാവും, ബൈക്ക് ഓടിക്കുന്ന ആളാവും, എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിനൊരു സമയമുണ്ട്. ജസ്റ്റ് വെയിറ്റ്. ഇൻഷാ അല്ലാഹ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യട്ടെ. ടൈം ആയില്ലേ? ക്വസ്റ്റ്യനാ? ആ ഞാൻ ചോദിക്കേ, സ്റ്റോപ്പ് ചെയ്യാം. എന്റെ ഫ്രണ്ടിന് എല്ലി പുറത്തിങ്ങോട്ട് വന്നിരുന്നു. അത് പറഞ്ഞാ നീ എങ്ങനെ എല്ല് പുറത്തു വന്നത്? അത് ഒരു മതില് കുത്തി എല്ല് പൊട്ടി പിന്നെ പുറത്തു വന്നു. ഫുട്ബോൾ കളിക്കുന്നവർ എത്ര പേരുണ്ട് ഇതില്? ഷിൻ പാഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഷിൻ പാഡ്, ബൂട്ട് കഴിഞ്ഞിട്ട് ബൂട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാൽമേൽ വെക്കുന്ന ഒരു പാഡ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുക. അടി കിട്ടി എല്ലാം അങ്ങ് പൊട്ടും. പിന്നെ എത്ര ആൾ കമ്പിട്ട് കിടക്കേണ്ടത് അറിയും. പിന്നെ മുട്ടിനൊരു എല്ലുണ്ട്, ചിരട്ടന്റെ എല്ല് എന്ന് പറയും. മുട്ടിന്റെ എൽബോ കറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ മടക്കുന്ന സ്ഥലല്ലേ, അവിടെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ കാൽമേൽ കാണാം ഒരു ചിരട്ട പോണ ഒരു ബോൾ പോണത്തെ ഒരു സാധനം. നിങ്ങൾ പിടിച്ചു നോക്ക്, കാണുന്നുണ്ട്, കിട്ടുന്നുണ്ടോ? കാല് നേരെ വെച്ചിട്ടേ, കാല് സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ചാൽ നല്ല ഒരു 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 ബോൾ പോലെ ഇങ്ങനെ കിട്ടും മുട്ടിന്റെ സെന്ററിൽ. നേരെ വെച്ചിട്ടിടാം, മടക്കിയിട്ടല്ല, നേരെ വെച്ചാൽ ആ ബോൾ ഉണ്ടല്ലോ, ആ ചിരട്ട, അത് അവിടുന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരു സൈഡിൽ ഇങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ ഇതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങും. പിന്നെ അത് ശരിയാവുക എന്നല്ല, ലൈഫിൽ നടക്കണ കാര്യമല്ല. പിന്നെ സർജറി ഒക്കെ ഉണ്ട്, നടന്നാലായി, രക്ഷപ്പെട്ടായി. പിന്നെ ഫുട്ബോൾ നിങ്ങൾ കളിക്കൂല. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും അതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ആവേശം എന്താവരുത്, ലൈഫ് ലോങ് കിടക്കേണ്ട ഉസ്താദെ, അവസ്ഥ. ആ എന്റെ കസിനാണെങ്കിൽ എന്റെ കസിന്റെ ബ്രദർക്കും പിന്നെ ചേട്ടനുക്കും ആണെങ്കിലോ, രണ്ടുപേർക്കും ഒന്നും മൈനർ ആക്സിഡന്റ് സംഭവിച്ചു. ഒരു സ്കൂട്ടർ ഒന്ന് ഇടിച്ച. അത്രയ്ക്ക് എല്ലൊന്നും പൊട്ടിയില്ല, പക്ഷെ ചെറുതായിട്ട് മുറിവൊക്കെ വന്നു. ഓക്കെ. പക്ഷെ ഇതില് ഇത്രയും കാലം തീറ്റിപ്പോറ്റി നിങ്ങളെ തലയിൽ വെച്ചാൽ എന്താ പറയാ, തലയിൽ വെച്ച പേനരിക്കും, നിലത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് തേനും പാലും തന്ന് പോറ്റി വളർത്തുന്ന പാരൻസിനാണ് ഇത് നഷ്ടം. ഒരു 20 ഏജിലൊക്കെ ഉള്ള, ഈ 17 ഏജ് +2 പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളാണ് ഈ ബൈക്കിൽ ഹൈ സ്പീഡിൽ പോവുക. ഹൈ സ്പീഡ് അവർക്ക് സ്പീഡ് മാത്രമേ അറിയുള്ളൂ, വണ്ടി നിർത്താനൊന്നും അവർക്കറിയില്ല. മിക്കവാറും ഏതെങ്കിലും ട്രിപ്പർ ലോറിക്ക് നമ്മളെ നാട്ടിലെ ഭാഷ പറയുകയാണെങ്കിൽ കട്ട വെച്ച് പോകാന്ന് പറയും. അതാണ് സംഭവിക്കുക. അവസാനം എന്താവും? തീരുമാനമാവും അല്ലേ? അപ്പം അതൊന്നും സംഭവിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. റോഡിൽ, പാർക്കിൽ ഒക്കെ സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹ് നമ്മളെ കാക്കട്ടെ, അള്ളാഹ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. എപ്പോഴും അള്ളാഹുവോട്
നമ്മൾക്ക് അഭയത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പറയണം, അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഇത്തരത്തിലുള്ള അക്രമികളായ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ, അത്യാഹിത അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ, ഇങ്ങനെയുള്ള ആക്സിഡൻസിലൊന്നും ഞങ്ങൾ എത്തിക്കല്ലേ അല്ലാ. അള്ളാഹുവെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതുപോലെ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കല്ലേ അല്ലാ. അള്ളാഹുമ്മ റബ്ബിർഹംഹുമ കമാ റബ്ബയാന സഗീറ. അള്ളാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.